ഹലോ ഫ്രണ്ട്സ്, കുറേ ദിവസമായി യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇന്ന് ചേച്ചി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് കട്ട്ലേറ്റും മുട്ട ബജിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ എനിക്ക് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് മുട്ട ബജി ഒന്നും ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ലേ. അപ്പോൾ ആദ്യം തന്നെ കട്ട്ലേറ്റിനുള്ളതാണ് റെഡിയാക്കി വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടി എടുത്തിട്ട് ഉള്ളി, പച്ചമുളകും കരിവേപ്പിലയും വെളുത്തുള്ളി ഇട്ടിട്ട് പൊടികളൊക്കെ ഇട്ട് മാറ്റി വെക്കുന്നുണ്ട്. കൂടാണ്ട് മറ്റൊരു കുക്കറിൽ ചിക്കനും ഉരുളക്കിഴങ്ങും കൂടി പുഴുങ്ങാനും വെക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് ചിക്കൻ കറി സെറ്റാക്കുക. ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് വേറൊരു ചീഞ്ചട്ടി എടുത്തിട്ട് നമ്മൾ പച്ചമുളകും വെളുത്തുള്ളിയും കരിവേപ്പില കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് നല്ല രീതിക്ക് വഴറ്റി കൊടുത്തിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് പിന്നെ മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് തിളയ്ക്കാൻ വേണ്ടി മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചിക്കൻ കറി തിളയ്ക്കുന്ന നേരം കൊണ്ട് ഞാൻ നേരെ ചീഞ്ചട്ടി എടുത്തിട്ട് തേങ്ങ വറക്കാൻ വെക്കുന്നുണ്ട്. ഈ വറുത്ത തേങ്ങ ചിക്കൻ കറിയിലേക്കുള്ളതാണ്. ആ ഒരു ടൈം കൊണ്ട് ഞാൻ നമ്മുടെ കട്ട്ലേറ്റിനുള്ള ഫില്ലിംഗ് ഒക്കെ ഷേപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച മസാലയും പുഴുങ്ങി വെച്ചതും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ബാറ്റർ ശരിയാക്കി എടുത്തത്. അതിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇതിൽ മെയിനായിട്ട് നമ്മൾ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ നല്ല രീതിക്ക് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കട്ട്ലേറ്റ് നേരെ ചീഞ്ചട്ടിയിലിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ആൾക്കാരൊക്കെ എത്തിക്കഴിഞ്ഞു. ചേച്ചി വന്നപാട് ചെടി നടന്ന തിരക്കിലാണ്. അങ്ങനെ കുറച്ച് നേരം അവരോട് സോറിയൊക്കെ പറഞ്ഞു. ഞാൻ ഫുഡൊക്കെ കഴിച്ചു. അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.